ഹലോ ഡിയേഴ്സ്, നമ്മൾ ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ചെറിയ യാത്ര പോയിരുന്നു പുറത്തേക്ക്. ഒരു അവധി ദിവസം കിട്ടുമ്പോഴാണല്ലോ പുറത്തേക്കുള്ള യാത്രയും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് പുറത്ത് പോയ സമയത്ത് ഒരു ഫാം വിസിറ്റ് ചെയ്യാനിടയായിട്ടോ. ഇത് മുന്നേ നമ്മൾ പോയിട്ടുള്ള ഫാമാണ്. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. അവിടെ അങ്ങനെ എല്ലാവർക്കും പെർമിഷൻ ഇല്ല ഉള്ളിൽ കയറാനായിട്ട്. നമ്മളിത് പ്രത്യേകം പെർമിഷൻ എടുത്തിട്ട് ഉള്ളിൽ കയറിയതാണേ. അപ്പോൾ അങ്ങനെ ഒരു ഫാമിൽ വിസിറ്റ് ചെയ്യാനിടയായി കേട്ടോ. അപ്പോൾ എടുത്ത കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പം മെയിൻലി ആ ഫാമിൽ ഒരുപാട് കൃഷി നടത്തുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയതും വലുതും ഒക്കെ ആയിട്ട് ഒരുപാട് കൃഷി അവർ ചെയ്യുന്നുണ്ട്. കുറേ ഫ്രൂട്ട്സും കുറേ വെജിറ്റബിൾസും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ഓറഞ്ചിൻ്റെ സീസണായിരുന്നു. ആ സമയത്ത് പോയപ്പോൾ ഉള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. അപ്പോൾ മെയിൻലി ഓറഞ്ചും ഗ്രേപ്പ് ഫ്രൂട്ടും ഒക്കെ ആയിരുന്നു. അത് കൂടാതെ വേറെയും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. മാവുണ്ട്, പ്ലാവ് വരെ ഉണ്ട് കേട്ടോ. ഈ ഫാമിനുള്ളിൽ പ്ലാവൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്. മുന്നേ നമ്മൾ പോയപ്പം ഇതിൻ്റെ വീഡിയോസ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫോട്ടോസും ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ അതുപോലെ ഇപ്പം നമ്മൾ ചെല്ലുമ്പം ഓറഞ്ചിൻ്റെ സീസണായിരുന്നു കേട്ടോ. ഓറഞ്ചും ഗ്രേപ്പ് ഫ്രൂട്ട്, പിന്നെ നമ്മുടെ എന്താ പറയുക, കമ്പിളി നാരങ്ങ, അതിൻ്റെയൊക്കെ സീസണായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മാത്രമേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കൂടാതെ നിറയെ മാവുണ്ട് കേട്ടോ. മാവ്, പിന്നെ പ്ലാവ്, അത് പോരാതെ വേറെ കുറേ ഫ്രൂട്ട്സും ചെറിയ ചെറിയ വെജിറ്റബിൾസ് ഐറ്റംസൊക്കെ അതിനകത്ത് അവർ നട്ട് വളർത്തുന്നുണ്ട് കേട്ടോ. കൃഷി ആവശ്യങ്ങൾക്കായും അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായും ഒക്കെയാണ് അത് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരവസരം അത് കയറി കാണാനും ഒക്കെ ആയിട്ട് തന്നതാട്ടോ. അപ്പം നമ്മുടെ അടുത്ത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പറിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പറിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ഫാം ഉണ്ടെന്നും അതിനുള്ളിലൊന്ന് കയറാൻ പറ്റിയെന്നും നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗ്. ഗ്രേപ്പ് ഫ്രൂട്ട് നിങ്ങൾക്കറിയാമല്ലോ, ഒരല്പം കയ്പോടുകൂടിയ പക്ഷേ നല്ല ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. എന്നാൽ ചില രാജ്യക്കാർക്ക് ആ ഗ്രേപ്പ് ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് അത്ര ഇഷ്ടമാകില്ല എന്ന് തോന്നുന്നു കേട്ടോ. പൊതുവെ മിക്കവരും അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഓറഞ്ചൊക്കെ നല്ല മധുരമുള്ളത് തന്നെയായിരുന്നു കേട്ടോ. ഓറഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ കമ്പിളി നാരങ്ങ, ബബ്ലൂസ് നാരകം എന്നൊക്കെ അല്ലേ ചില നാടുകളിൽ പറയുന്നത്. നമ്മൾ കമ്പിളി നാരകം എന്നാട്ടോ പറയുന്നത്. അതുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞങ്ങൾ എടുത്തിട്ട് എല്ലാത്തിൽ നിന്നും കുറേയൊക്കെ നമ്മൾ പറിച്ചു കൊണ്ടുവന്നു. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നല്ല മധുരം എന്നാൽ പുളിയുള്ളതും ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ഹാപ്പി ആയിട്ട് നമ്മൾ ഫാമെല്ലാം കയറി കണ്ടു. അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഇതോടൊപ്പം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ചെറിയ വീഡിയോ ഉണ്ട് കേട്ടോ. അത് ഈ സെയിം ഫാമിൽ തന്നെ ഇതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോൾ എടുത്തതാണ്. അത് സീസൺ സമയത്തുള്ള വീഡിയോ ആണ്. നല്ല ഭംഗിയായിരുന്നു സീസൺ സമയത്ത് മഞ്ഞ് വീഴുമ്പോഴുള്ള, കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുമ്പോൾ ഉള്ള ആ കാഴ്ചയും ഒക്കെ. അത് ഈ സെയിം സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ പോയ ഫാമിൽ സലാലയിൽ നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്ററോളം അകലത്താണ് കേട്ടോ. ഖീറുൻ ഹൈറത്തി എന്നൊരു സ്ഥലമാണത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുള്ളതാണ്. പക്ഷേ ഈ ഫാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതെല്ലാവർക്കും ഒരു പെർമിഷൻ കൊടുക്കുന്നില്ല. ഞാനിത് ഇവിടെ വീണ്ടും ഒരിക്കൽ കൂടി പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ, മുൻപ് പല വീഡിയോസും കണ്ടിട്ട് ഇതുപോലെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, പേഴ്സണലി വന്ന് മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ട് ഇവിടെ പോകാൻ എങ്ങനെയാണ് പോയത്, കയറിയത് എന്നൊക്കെ. അപ്പം നമുക്കൊരു ലക്കിലി ഒരു പെർമിഷൻ കിട്ടിയതാണ്. അങ്ങനെയാണ് നമ്മൾ കയറിയത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയും എടുത്തത്. അപ്പോൾ വീഡിയോ എടുത്തോട്ടേന്നും ചോദിച്ചിട്ടാണ് നമ്മൾ എടുത്തത്. ഓക്കെ, അല്ലെങ്കിൽ അവർ അങ്ങനെ പെർമിഷൻ കൊടുക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളോട് ഒന്നുകൂടെ പറയുന്നത്. ചോദിച്ചിട്ട് കാര്യമില്ല. പിന്നെ എനിക്കറിയില്ല കേട്ടോ, മേ ബി ചിലപ്പോൾ പെർമിഷൻ കിട്ടുമായിരിക്കാം, എനിക്കറിയില്ല.
അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഒന്നുകൂടി എടുത്തു പറഞ്ഞത്. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഒരു അവധി ദിവസം നമ്മളൊരു വൈകുന്നേര സമയത്താണ് കേട്ടോ ഇങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒന്ന് പോയത് കേട്ടോ. പുറത്തേക്ക് പോയി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പം ഏകദേശം സന്ധ്യ കഴിയാറായി കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ തിരിച്ചു വരുമ്പോൾ ജബൽ ഇറങ്ങി വരുന്നൊരു സമയമാണ്. ജബൽ മീൻസ് മൗണ്ടൻ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ സലാലയുടെ ഒരു കാഴ്ച, ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് സലാലയെ ഒന്ന് കാണാൻ പറ്റും കേട്ടോ. രാത്രിയിൽ ലൈറ്റിലിങ്ങനെ കുളിച്ച് നിൽക്കുന്ന ഒരു സലാല എന്തൊരു ഭംഗിയാണെന്നറിയാമോ അവിടെ നിന്ന് കാണാൻ. നല്ല രസമാണ് കേട്ടോ. അവിടെ ഇങ്ങനെ കുറേ ഫാമിലീസ് ഇങ്ങനെ വന്ന് നിന്ന് കാണാനും എൻജോയ് ചെയ്യാനും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരു സൈഡിലേക്ക് അവർ എന്താ പറയുക, രാത്രിയിലത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി അവർ അവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ചായയൊക്കെ ഇട്ട് ഫുഡൊക്കെ കഴിച്ച് അവരിങ്ങനെ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നതൊക്കെ. നമ്മളീ പോയത് സീസൺ സമയത്തല്ല, അത് അല്പം ചൂടൊക്കെയുള്ള സമയമാണ് കേട്ടോ. ആ സമയത്ത് നമ്മൾ ഈ ഒരു സൈഡിൽ പോയി നിൽക്കുമ്പോൾ നല്ല ഇളം തണുപ്പും തണുത്തൊരു കാറ്റും ഒക്കെ വരുന്നൊരു സമയമാണ്. അത് ആസ്വദിച്ച് അവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ടിങ്ങനെ നിൽക്കാൻ ഭയങ്കര ഭംഗിയാണ്. പ്രത്യേകിച്ച് ആ ഒരു ഹെയർ പിൻ വളവ് പോലത്തെ വളവുണ്ട്. അവിടുന്ന് നമ്മൾ ജബലിൽ നിന്ന് ഇറങ്ങി വരുന്ന സലാലയിലേക്ക് താഴ്വാരത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു എന്താ പറയുക, ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. വരുന്നൊരു സ്ഥലത്ത് ആണ് ഈ വ്യൂ പോയിൻ്റ്. അപ്പോൾ അതുപോലെ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ നിന്ന് ആ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ അങ്ങനെ ആസ്വദിച്ച് നിൽക്കാനും ഒക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങളുടെ എൻജോയ്മെൻറ്റും ഒക്കെ കഴിഞ്ഞു. ഞങ്ങളിനി മടങ്ങി വീട്ടിലേക്ക് പോകുന്ന സമയമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ കാഴ്ചകൾ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുകയും ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകല്ലേ. അപ്പം ഇതുപോലെയുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും താങ്ക് യു. ബൈ.